ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രെപ്സ്കയിലേക്ക് സ്വാഗതം. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. കേരള PSC തൊട്ട് മുൻപ് നടത്തിയ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൽ ബേസിക് ഡയറി സയൻസ് എന്ന ഭാഗത്തു നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ ബേസിക് ഡയറി സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ആ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is correct regarding zebu cattle? They are well adapted to tropical climate. They have low nutritional requirements. They have low disease resistance. They have high potential for milk production. A 1 only, B 1 and 2 only, C 1, 2 and 3 only, D 1, 2, 3 and 4. അതായത് സെബു കാറ്റിലുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, 1 and 2 ഓൺലി. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, സെബു കാറ്റിൽ. സെബു കാറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ സയൻറ്റിഫിക് നെയിം ശ്രദ്ധിക്കുക, ബോസ് ഇൻഡിക്കസ് ആണ് സെബു കാറ്റിൽ എന്ന് പറയുന്നത്. ആർ വെൽ അഡാപ്റ്റഡ് ടു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഡ്യൂ ടു ദെയർ ഹംപ്, ലൂസ് സ്കിൻ, large ears and sweat glands which help them tolerate heat and humidity. അപ്പോൾ നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിൽ ജീവിക്കാൻ വളരെ അഡാപ്റ്റഡ് ആയിട്ടുള്ള കാറ്റിലാണ് ഈ പറയുന്ന ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഒന്ന് അവരുടെ ഹംപ്, അതുപോലെ ലൂസ് സ്കിൻ, അതുപോലെ ലാർജ് ഇയേഴ്സ്, അതുപോലെ സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ ഇത്തരത്തിൽ ആ ഹ്യൂമിഡിറ്റിയും അതുപോലെ ഹീറ്റൊക്കെ ടോളറേറ്റ് ചെയ്യാൻ ഈ സെബു കാറ്റിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി രണ്ട് നോക്കാം. ദേ ഹാവ് റിലേറ്റീവ്ലി ലോ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് കമ്പയർഡ് ടു ടെമ്പറേറ്റ് ബ്രീഡ്സ് ആസ് ദേ ആർ എഫിഷ്യൻറ്റ് അറ്റ് യൂട്ടിലൈസിങ് പുവർ ക്വാളിറ്റി ഫോറേജ്. അതായത് നമ്മൾ മറ്റ് ടെമ്പറേറ്റ് ബ്രീഡ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് മതി? ഹാവ് റിലേറ്റീവ്ലി ലോ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. വളരെ ഹൈ ആയിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിൻ്റെ ആവശ്യമായിരിക്കില്ല ഈ സെബു കാറ്റിൽസിന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ലോ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. ഡിസീസ് റെസിസ്റ്റൻസ് കുറവാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണ്, അത് ഇൻകറക്റ്റ് ആണ്. ഈ സെബു കാറ്റിൽസിന് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ആണുള്ളത്. ഇപ്പോൾ നമ്മൾ ടിക്സ്, അതുപോലെ ടിക് ബോൺ ഡിസീസസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനോടൊക്കെ ഹൈ റെസിസ്റ്റൻസ് പവർ ആര് കാണിക്കുന്നുണ്ട്? ഈ സെബു കാറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 ഇൻകറക്റ്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ഹാവ് ലോ ടു മോഡറേറ്റ് മിൽക്ക് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ കമ്പയർഡ് ടു സ്പെഷ്യലൈസ്ഡ് ഡയറി ബ്രീഡ്സ് ലൈക്ക് ഹോൾസ്റ്റീൻ ആൻഡ് ജേഴ്സി. ഇപ്പോൾ നമ്മൾ മറ്റ് ബ്രീഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ജേഴ്സി, ഹോൾസ്റ്റീൻ പോലെയുള്ള ബ്രീഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മിൽക്ക് പ്രൊഡക്ഷൻ്റെ അളവ് ആരിൽ കുറവാണ്? ഈ പറയുന്ന സെബു കാറ്റിൽസിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലാണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ കുറവാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് 4 എന്താണ്? ഇൻകറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്, 1 and 2 ഓൺലി. നെക്സ്റ്റ് വൺ, ദി ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഫൈനാൻസ്ഡ് ബൈ ദി സെയിൽ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ഗിഫ്റ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ബാങ്ക്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, USA. നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ്, അതായത് വൈറ്റ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ഓപ്പറേഷൻ ഫ്ലഡ് ആണ് നമ്മൾ വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. 1970 ഈ ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 3 ഫേസസിലായിട്ടാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇറ്റ് ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഫ്രം എ മിൽക്ക് ഡെഫിഷ്യൻറ്റ് നേഷൻ ഇൻറ്റു വൺ ഓഫ് ദി ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഗ്ലോബലി. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞു 3 ഫേസസ് ആയിട്ടാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1970 മുതൽ 1980 വരെയാണ്.
സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1981 മുതൽ 1985 വരെയാണ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് 1985 മുതൽ 1996 വരെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫേസ് ഫൈനാൻസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ഗിഫ്റ്റ് ഓഫ് കമ്മോഡിറ്റീസ്. ഈ ഗിഫ്റ്റ് വഴിയാണ്, അതായത് കമ്മോഡിറ്റീസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി, അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫേസ് നടത്തിയിട്ടുള്ളത്. ദി യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഡൊണേറ്റഡ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ടു ഇന്ത്യ ത്രൂ ദി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നമുക്ക് ഈ സ്കിംഡ് മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും നമുക്ക് ഡൊണേറ്റ് ചെയ്തു. ദി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സോൾഡ് ദീസ് ഡൊണേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ് ടു ജനറേറ്റ് ദി ഇനീഷ്യൽ ക്യാപിറ്റൽ. ഇത് നമ്മൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടാണ് ഈ പറയുന്ന ഇനീഷ്യൽ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയത്. ദി ഫണ്ട്സ് ജനറേറ്റഡ് ഫ്രം ദീസ് സെയിൽസ് വേർ ദെൻ യൂസ്ഡ് ടു ഫൈനാൻസ് ആൻഡ് കിക്ക് സ്റ്റാർട്ട് phase 1 of Operation Flood, focusing on linking rural milk producers with urban consumers across Indians major cities. ഇതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഫേസ്. അപ്പോൾ ആ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന സ്കിംഡ് മിൽക്ക് പൗഡറും അതുപോലെ ബട്ടർ ഓയിലും യൂസ് ചെയ്തത്. അത് നമുക്ക് ഡൊണേറ്റ് ചെയ്തത് ഈ പറയുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. ഫസ്റ്റ്, ഓഫ് ഫേസ് 1 സ്റ്റാർട്ടഡ് ഇൻ 1962, ഓഫ് ഫേസ് 2 സ്റ്റാർട്ടഡ് ഇൻ 1971, ഓഫ് ഫേസ് 2 കൺക്ലൂഡഡ് ഇൻ 1981. 1 ഓൺലി, 2 ഓൺലി, 1 and 2 ഓൺലി, all of the above. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, 2 ഓൺലി. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വൈറ്റ് റെവല്യൂഷൻ, അതായത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 1970-ലാണ്. പിന്നീട് 3 ഫേസസ് ആയിട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് 1970 മുതൽ 1980 വരെയാണ്. സെക്കൻഡ് ഫേസ് 1981 to 1985 ആണ്. തേർഡ് ഫേസ് 1985 to 1996 ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫേസ് 2 സ്റ്റാർട്ടഡ് ഇൻ 1979. 1979 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫേസ് 2 ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നത് 1980-ലാണ്. 1981 മുതലാണ് ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 1981-ലാണ്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് 1979-ലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ പ്രൊജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫല്ലോ ബ്രീഡിംഗ്? അറേഞ്ച് ഡെലിവറി ഓഫ് vastly improved artificial insemination service at the farmer's doorstep. Bring all breedable females among cattle and buffalo under organized breeding through artificial insemination or natural service. Undertake breed improvement program for indigenous cattle and buffaloes. A 1 only, B 2 only, C 1 and 2 only, D all of the above. അതായത് നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നാഷണൽ പ്രൊജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫല്ലോ ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ ഡി ആണ്, ആൾ ഓഫ് ദി അബവ്. ആ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് നാഷണൽ പ്രൊജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫല്ലോ ബ്രീഡിംഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദി പ്രൊജക്ട് എയിംസ് ടു അറേഞ്ച് ഡെലിവറി ഓഫ് വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ് അറ്റ് ദി ഫാമേഴ്സ് ഡോർ സ്റ്റെപ്പ്. ഇത് കറക്റ്റാണ്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഇറ്റ് എയിംസ് ടു ബ്രിങ് ഓൾ ബ്രീഡബിൾ ഫീമെയിൽസ് എമംഗ് കാറ്റിൽ ആൻഡ് ബഫല്ലോ അണ്ടർ ഓർഗനൈസ്ഡ് ബ്രീഡിംഗ് ത്രൂ
ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ നാച്ചുറൽ സർവീസ് ബൈ ഹൈ ക്വാളിറ്റി ബുൾസ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years. ഇതും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ കോർ ഒബ്ജക്റ്റീവ് ഈസ് ടു അണ്ടർടേക്ക് ബ്രീഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ഇൻഡിജിനസ് കാറ്റിൽ ആൻഡ് ബഫലോസ് ടു ഇംപ്രൂവ് ദെയർ ജെനറ്റിക് മേക്കപ്പ് ആൻഡ് അവൈലബിലിറ്റി. ഇതും പ്രധാനപ്പെട്ടൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഒബ്ജക്റ്റീവ്സും കറക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഡി ആണ്, all of the above. Next one, it is recommended to withdraw milk feeding of calves at dash of age. 1.5 to 2 months, 2.5 to 3 months, 3.5 to 4 months, 4.5 to 5 months. കറക്റ്റ് ആൻസർ ബി ആണ്, 2.5 to 3 months. ഇപ്പോൾ കാവ്സിൻ്റെ മിൽക്ക് ഫീഡിങ് നമുക്ക് നിർത്താൻ പറ്റുന്ന ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അറൗണ്ട് 2.5 to 3 months ആണ്. ഇപ്പോൾ ഈ കാറ്റിൽസിൻ്റെ പ്രത്യേകത നമുക്കറിയില്ല, നമ്മളെപ്പോലെയല്ല, അവരുടെ സ്റ്റൊമക്കിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്. സാധാരണ റൂമിനൻസിൻ്റെ കാറ്റഗറിയിലാണ് ആര് വരുന്നത്, കാറ്റിൽസൊക്കെ വരുന്നത്. അപ്പോൾ ഈ റൂമൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന 2.5 to 3 months എന്നുള്ളൊരു പീരീഡ് നമ്മൾ പറയാനുള്ള കാരണം. അറ്റ് ബർത്ത് കാഫ് ഫങ്ഷൻസ് essentially as a monogastric or single stomached animal because its reticulorumen is underdeveloped. അതായത് ഈ കാവ്സിൻ്റെ ബേർത്ത് നടന്നതിന് ശേഷം ഇവരുടെ സ്റ്റൊമക് എന്ന് പറയുന്നത് മോണോഗ്യാസ്ട്രിക് ആണ്. അതായത് നമ്മളെപ്പോലെ സിംഗിൾ സ്റ്റൊമക്ഡ് ആനിമലാണ്. അതായത് ഇവരുടെ റെറ്റിക്കുലോറൂമനൊക്കെ എന്തായിരിക്കും, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ടു ട്രാൻസിഷൻ ഇൻ ടു എ ഫുള്ളി ഫങ്ഷനിങ് റൂമിനൻറ്റ് capable of processing solid plant matter, the calf relies heavily on a liquid milk diet for the first several weeks. അപ്പോൾ ഇത്തരത്തിൽ ഈ റെറ്റിക്കുലർ റൂമൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടക്കാത്തത് കാരണം ഇവർ ആ തുടക്കത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മിൽക്കാണ് ഇവരുടെ ഫുഡായിട്ട് ഇവരെന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ വെജിറ്റബിൾ മാറ്റർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് ഇവരുടെ സ്റ്റൊമക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ആ സമയത്ത് മാറിയിട്ടില്ല. ഇനി ആ വീനിങ് ടൈം ലൈൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ് റെക്കമെൻഡഡ് ഓഫറിംഗ് മിൽക്ക് ടു ദി കാഫ് അപ് ടു റഫ്ലി 90 days ഓഫ് ഏജ്. ഒരു അപ്രോക്സിമേറ്റ്ലി അവർ പറയുന്നത് ഏകദേശം 90 days ആണ്, അതായത് ഏകദേശം 3 മാസം. അതുകൊണ്ട് തന്നെ 2.5 to 3 months ഓഫ് ഏജ് ആണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഏജ് ആയിട്ട് നമ്മളതിന് വേണ്ടി കണ്ടെത്തുന്നത്. ഈ ഒരു സമയമാകുമ്പോഴേക്കും calves rumen microbes have well established populations from consuming calf starter and solid forage. At this stage, the milk diet can be safely withdrawn completely without causing growth checks or nutritional setback. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2.5 to 3 months ആണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. നെക്സ്റ്റ് വൺ, which of the following is or are not true about dairy cattle housing? ഡയറി കാറ്റിൽ ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫ്ലോർ മേ ബി ഗിവൺ എ സ്ലോപ്പ് ഓഫ് 1/85 ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ്. സെക്കൻഡ് വൺ, ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് സ്റ്റാൻഡിംഗ് സ്പേസ് ഈസ് കെപ്റ്റ് വേരിയബിൾ ഫ്രം 1.5 to 1.7 meter and 1 to 1.2 meter per animal respectively. All edges in rectangular fixtures have to be rounded and finished smooth as far as possible. 1 only, 2 only, 1 and 2 only, all of the above. ഏതാണ് കറക്റ്റ് ആൻസർ വരിക നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എ ആണ്, 1 only. ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി റെക്കമെൻഡഡ് ഫ്ലോർ സ്ലോപ്പ് ഫോർ ഡയറി കാറ്റിൽ ഹൗസിംഗ് ഈസ് 1/50 to 1/60. അതായത് അറൗണ്ട് 1.5 to 2% ആണ് നമ്മൾ സ്ലോപ്പ് പറയുന്നത് ഫോർ പ്രോപ്പർ ഡ്രെയിനേജ് ഓഫ് യൂറിൻ ആൻഡ് വാഷിംഗ് വാട്ടർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1/85 ആണ്. ഇത് വളരെ ജെൻറ്റിലാണ്. ശരിക്കും നോർമലായിട്ട് പറയുന്നത് 1/50 or 1/60 ആണ്.
എന്നാൽ മാത്രമേ ആ യൂറിനും നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടറൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഡ്രെയിനേജ് അവിടെ നടക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. ഇത് ഇൻകറക്റ്റ് ആണ്. ബാക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ എ 1 ഓൺലി. നെക്സ്റ്റ് വൺ, ഡാഷ് ഗ്രാസ് ഈസ് ഫോംഡ് ബൈ എ ക്രോസ് ബിറ്റ്വീൻ elephant grass and bajra. Guinea, signal, hybrid napier, multicut bajra. Correct answer C ആണ്. hybrid napier ആണ് correct answer. Hybrid napier, also known as napier bajra hybrid or bajra napier hybrid, is a cross between elephant grass and bajra. elephant ഗ്രാസും ബജ്രയും തമ്മിൽ ക്രോസ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡാണ് ഈ ഹൈബ്രിഡ് നാപ്പിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈ yielding perennial forage grass widely used in India for green fodder production. ഗ്രീൻ ഫോഡർ പ്രൊഡക്ഷന് വേണ്ടി ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെരിനിയൽ ഫോറേജ് ഗ്രാസ് ആണ് ഈ പറയുന്ന ഹൈബ്രിഡ് നാപ്പിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സാനിറ്റൈസിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ഡയറി? ബോയിലിംഗ് വാട്ടർ, ക്ലോറിൻ, ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ്, ഡിറ്റർജൻസ്. ഇതിനകത്ത് സാനിറ്റൈസിങ് ഏജന്റ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ സാനിറ്റൈസിങ് ഏജന്റ്. ആൻസർ ഡി ആണ്, ഡിറ്റർജൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും, കാരണം മറ്റ് 3 ഓപ്ഷൻസും സാനിറ്റൈസിങ് ഏജൻസ് ആണ്. അതേസമയം ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ഏജന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഡിറ്റർജൻസ് ആണ്. ഇൻ ഡയറിയിങ്, sanitizing agents are chemicals used to reduce microbial load on surfaces after cleaning. അതായത് നമ്മൾ ആ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സാനിറ്റൈസിങ് ഏജൻസ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ സാനിറ്റൈസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ സാനിറ്റൈസിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ബോയിലിംഗ് വാട്ടർ. കാരണം അതിൻ്റെ ആ ഒരു ഹീറ്റ് കാരണം അതൊരു സാധാരണ ഫിസിക്കൽ സാനിറ്റൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ക്ലോറിൻ ആണ്. ഇതും ഒരു കോമൺ കെമിക്കൽ സാനിറ്റൈസർ ആണ്. ഇപ്പോൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലെയുള്ള കെമിക്കൽ സാനിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാനിറ്ററി ഏജൻ്റാണ്. അതേസമയം ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ക്ലീനിങ് ഏജൻസ് ആണ്. അതായത് ഇപ്പോൾ ഡേർട്ട്, അതുപോലെ ഫാറ്റ്, പ്രോട്ടീൻ ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഡിറ്റർജൻസ് ഉപയോഗിക്കുക. ദെൻ നമ്മൾ ഈ ഡിറ്റർജൻസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കാറുള്ളത്, സാനിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഡിറ്റർജൻസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, LT പാസ്ചറൈസേഷൻ ഈസ് ഡൺ അറ്റ് 72 degrees Celsius for 15 seconds, 63 degrees Celsius for 15 seconds, 72 degrees Celsius for 30 minutes, 63 degrees Celsius for 30 minutes. LT പാസ്ചറൈസേഷൻ. കറക്റ്റ് ആൻസർ ഡി ആണ്, 63 degrees Celsius for 30 minutes. LT എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ലോങ് ടേം പാസ്ചറൈസേഷൻ ആണ്. LT പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. ഇതിനെ നമ്മൾ ബാച്ച് ഓർ ഹോൾഡർ മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു LT മെത്തേഡിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 63 degrees Celsius ആണ്, അതായത് 145 degree Fahrenheit. ടൈം എന്ന് പറയുന്നത് 30 minutes ആണ്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ എത്രയെന്ന് വെച്ചാൽ 63 degrees Celsiusഉം ടൈം 30 minutesഉം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 63 degrees Celsius for 30 minutes. നെക്സ്റ്റ് വൺ, the pricing of milk in dairy cooperatives in India is based on quantity or weight of milk only, fat content only, fat and SNF content, fat, SNF and microbial count. അതായത് നമ്മുടെ മിൽക്കിൻ്റെ പ്രൈസിങ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഏത് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ സി ആണ്, ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ്. ഈ 2 കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കിൻ്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻ ഇന്ത്യ, ഡയറി കോപ്പറേറ്റീവ്സ് ലൈക്ക് അമൂൽ, മദർ ഡയറി എക്സെട്ര, പ്രൈസ് ഓഫ് മിൽക്ക് പ്രൈമർലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫാറ്റ് ആൻഡ് SNF.
SNF എന്ന് പറഞ്ഞാൽ സോളിഡ്സ് നോട്ട് ഫാറ്റ്. അപ്പോൾ ഈ ഫാറ്റ് SNF കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എനർജി വാല്യൂ ആൻഡ് ക്രീം yield. SNF includes proteins, lactose, minerals, etc., which determine the nutritional quality and yield of products like paneer, curd, coa, etc. അതേസമയം ക്വാണ്ടിറ്റി, വെയിറ്റ് ഓൺലി ഇത് കറക്റ്റ് അല്ല. ഫാറ്റ് ഓൺലി അതും കറക്റ്റ് അല്ല. ഫാറ്റ് SNF ആൻഡ് മൈക്രോബിയൽ കൗണ്ട് ഇതും കറക്റ്റ് അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓർത്ത് വയ്ക്കുക, ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ്. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദി മിനിമം ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് ഓഫ് ടോൺഡ് മിൽക്ക് ആസ് പെർ FSSA സ്റ്റാൻഡേർഡ് ഈസ് 3 and 8.5, 1.5 and 9, 3 and 9, 3.2 and 8.5. Minimum fat and SNF content in ടോൺഡ് മിൽക്ക്. FSSA സ്റ്റാൻഡേർഡ് അനുസരിച്ച് ടോൺഡ് മിൽക്കിലെ ഫാറ്റിൻ്റെയും SNFൻ്റെയും മിനിമം കണ്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എ ആണ്. 3 and 8.5 ആണ് കറക്റ്റ് ആൻസർ. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ ഈ ടോൺഡ് മിൽക്കിലെ ഫാറ്റിൻ്റെയും അതുപോലെ SNFൻ്റെയും അളവാണ് നമ്മളോട് ചോദിച്ചത്. ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മിൽക്ക് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് വാട്ടർ ആൻഡ് സ്കിം മിൽക്ക് പൗഡർ ടു ഹോൾ മിൽക്ക്. അതായത് മിൽക്കിലേക്ക് നമ്മൾ വാട്ടറും സ്കിം മിൽക്ക് പൗഡറും ആഡ് ചെയ്താണ് ടോൺഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഫാറ്റിൻ്റെ അളവ് മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 3% ആണ്. SNFൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 8.5% ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എ ആണ്. ഫാറ്റ് 3, SNF 8.5. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ദി ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്? MBRT ടെസ്റ്റ്, ലാക്ടോമീറ്റർ റീഡിംഗ്, ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. അതായത് മിൽക്കിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റി കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സി ആണ്. ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ഈസ് എ സിമ്പിൾ പ്ലാറ്റ്ഫോം ഫീൽഡ് ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് ദി ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്. മിൽക്കിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റി അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ടെസ്റ്റാണ് COP, ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. When milk is boiled, if it coagulates or forms curd-like particles, it indicates that the milk is acidic or has high bacterial activity, meaning it is not heat stable and will curdle during pasteurization or sterilization. അതായത് നമ്മൾ മിൽക്ക് ബോയിൽ ചെയ്യുന്ന സമയത്ത് അത് കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കേർഡ് പോലെയുള്ള പാർട്ടിക്കിൾസ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ മിൽക്ക് അസിഡിക് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് ഹൈ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇത് ഹീറ്റ് സ്റ്റേബിൾ അല്ല. നമ്മളത് പാസ്ചറൈസേഷനൊക്കെ വേണ്ടി വിധേയമാക്കുന്ന സമയത്ത് കേഡ്ലിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഈ MBRT ടെസ്റ്റ് എന്ന് പറയുന്നത് മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റാണ്. ഇത് സാധാരണ നമ്മളെ ബാക്ടീരിയൽ ലോഡ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ദെൻ ഈ ലാക്ടോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ പാലിൻ്റെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അഡൾട്രേഷനൊക്കെ നടത്തിയിട്ടുണ്ടോ, വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, ഇതൊരു ലബോറട്ടറി മെത്തേഡാണ്. നമ്മൾ സാധാരണ ടോട്ടൽ ബാക്ടീരിയൽ കൗണ്ടൊക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ടെസ്റ്റാണ് ഈ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റാണ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, minimum percent milk fat in ice cream as per FSSA standard is 15%, 10%, 12%, 8%. അതായത് FSSA സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ ഐസ്ക്രീമിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം പെർസെൻറ്റ് മിൽക്ക് ഫാറ്റ് എത്രയാണ് എന്നുള്ളത്. ആൻസർ ബി ആണ്. 10% ആണ് കറക്റ്റ്. ആസ് പെർ FSSA സ്റ്റാൻഡേർഡ് ഫോർ ഐസ്ക്രീം, the minimum fat content in ice cream is 10% for general ice cream. നോർമൽ കേസിൽ ജനറൽ ഐസ്ക്രീം എന്നുള്ളൊരു പേരിൽ നമുക്കത് വിതരണം ചെയ്യണമെങ്കിൽ മിനിമം
10% ഫാറ്റാണ് അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്നത് ബി ആണ്, 10%. അത് കറക്റ്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മൈക്രോ ഓർഗാനിസംസ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ് ഓർ ദായ്? എ ലാക്ടോബാസിലസ് എസെ, then Lactobacillus bulgaricus, Streptococcus thermophilus, Escherichia coli. അതായത് ഫെർമെൻറ്റേഷന് റെസ്പോൺസിബിൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്, ഇക്കോളൈ അല്ലെങ്കിൽ എസ്ട്രീഷ്യ കൊളൈ ബാക്ടീരിയയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ കേർഡ് അല്ലെങ്കിൽ ദായി എന്ന് പറയുന്ന ഇത് ഫെർമെൻറ്റഡ് മിൽക്കാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആക്ഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അതായത് പാലിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, നമ്മൾ ലാബ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയകളുടെ ആക്ഷൻ വഴിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫെർമെൻറ്റ് ലാക്ടോസ് ഇൻറ്റു ലാക്റ്റിക് ആസിഡ് ആൻഡ് കോസിങ് മിൽക്ക് ടു കൊയാഗുലേറ്റ്. അതായത് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ പാലിലെ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുകയാണ്. അങ്ങനെ ലാക്റ്റിക് ആസിഡായി മാറുന്ന സമയത്താണ് മിൽക്കിൽ എന്ത് നടക്കുന്നത്, കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാക്ടോബാസിലസ് സെസൈ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. അതുപോലെ ലാക്ടോബാസിലസ് ബൾഗാരിക്കസും നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ യോഗട്ടിൻ്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും നമ്മൾ സാധാരണ ഈ ലാക്ടോബാസിലസ് ബൾഗാരിക്കസുമായിട്ട് സിംബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. അതേസമയം എസ്ട്രീഷ്യ കൊളൈ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കോളിഫോം ബാക്ടീരിയയാണ്. സാധാരണ നമ്മളെ ഫീക്കൽ മാറ്ററിലും ജീവികളുടെ ഫീക്കൽ മാറ്ററിലൊക്കെയാണ് ഈ കൊളൈ ബാക്ടീരിയ കാണപ്പെടുന്നത്. ഇതൊരു കോളിഫോം ബാക്ടീരിയയാണ്. ഇതൊരിക്കലും നമ്മൾ ഈ പറയുന്ന ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, ഈ കൊളൈ അല്ലെങ്കിൽ എസ്ട്രീഷ്യ കൊളൈ ബാക്ടീരിയ. ആ മറ്റ് 3 ബാക്ടീരിയകൾ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ലാക്ടോബാസിലസ് എസൈ, ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. ഈ 3 ബാക്ടീരിയകളും നമ്മൾ കോമൺ ആയിട്ട് ഇത്തരത്തിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ്. നെക്സ്റ്റ് വൺ, which dairy product results from the coagulation of milk proteins by acidification or enzyme action? Cheese, butter, whey protein, milk powder. അതായത് മിൽക്ക് പ്രോട്ടീൻസിൻ്റെ കൊയാഗുലേഷൻ വഴി അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എ ആണ്, ചീസാണ് കറക്റ്റ് ആൻസർ. ചീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കൊയാഗുലേഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻ. നമ്മളെ പാലിലെ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് കെയ്സിൻ എന്ന് പറയുന്നത്. ആ കെയ്സിൻ്റെ കൊയാഗുലേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ചീസ് എന്ന് പറയുന്നത്. അസിഡിഫിക്കേഷൻ ബൈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ ഹെൽപ്പോടുകൂടി അസിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും ചീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോട്ടേജ് ചീസ്, പനീറൊക്കെ ഇത്തരത്തിൽ അസിഡിഫിക്കേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ എൻസൈം ആക്ഷൻ വഴി, റെനറ്റ് പോലെയുള്ള അല്ലെങ്കിൽ കൈമോസിൻ പോലെയുള്ള എൻസൈംസിൻ്റെ ആക്ഷൻ വഴിയും ഈ പറയുന്ന ചീസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെഡാർ അതുപോലെ മൊസാറല്ല പോലെയുള്ള ചീസുകളൊക്കെ ഇത്തരത്തിൽ എൻസൈം ആക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ 2 പ്രോസസ്സ് വഴി, അസിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും എൻസൈം ആക്ഷൻ വഴിയും ഈ പറയുന്ന ചീസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ വരുന്നത് എ ആണ് കറക്റ്റ് ആൻസർ. ചീസാണ് ഇത്തരത്തിൽ അസിഡിഫിക്കേഷൻ വഴിയും എൻസൈം ആക്ഷൻ വഴിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ നൽകിയിട്ടുള്ള മറ്റ് ഓപ്ഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ബട്ടറാണ്. ബട്ടർ മെയ്ഡ് ബൈ ചേണിങ് ക്രീം ടു സെപ്പറേറ്റ് ഫാറ്റ് ഫ്രം ബട്ടർ മിൽക്ക്, നോ പ്രോട്ടീൻ കൊയാഗുലേഷൻ ഇൻവോൾവ്. ബട്ടറിൻ്റെ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അവിടെ നമ്മൾ പ്രോട്ടീൻ കൊയാഗുലേഷൻ ഒന്നും നടത്തുന്നില്ല. സാധാരണ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഫാറ്റ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേ പ്രോട്ടീൻ ആണ്. ദിസ് ഈസ് എ സൊലുബിൾ മിൽക്ക് പ്രോട്ടീൻ ദാറ്റ് റിമെയിൻസ് ഇൻ ദി ലിക്വിഡ് വേ ആഫ്റ്റർ കേസിൻ കൊയാഗുലേഷൻ. അപ്പോൾ നമ്മൾ ആ കേസിൻ്റെ കൊയാഗുലേഷന് ശേഷം ആ വേ ലിക്വിഡ് ഉണ്ടാകുമല്ലോ, അതിനകത്ത് കാണുന്ന സോളിഡ് മിൽക്ക് പ്രോട്ടീനാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മിൽക്ക് പൗഡറാണ് അടുത്തൊരു ചോയ്സ് ആയിട്ട് തന്നത്. മെയ്ഡ് ബൈ ഇവാപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ചീസാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ ഇൻ ഡയറി ക്വാളിറ്റി കൺട്രോൾ? മെഷറിംഗ് pH, ഡിറ്റർമിനിങ് മൈക്രോബിയൽ ലോഡ്,
അസസിങ് മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് കണ്ടന്റ്, ടെസ്റ്റിംഗ് ഫോർ ആൻറ്റിബയോട്ടിക്. അതായത് ഹൈഡ്രോമീറ്റർ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ സി ആണ്. അസസിങ് SNF കണ്ടന്റ്, മിൽക്ക് സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് അസസ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്റർ, സ്പെസിഫിക്കലി എ ലാക്ടോമീറ്റർ ഇൻ ഡയറിങ്, മെഷേഴ്സ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് മിൽക്ക്. ഇപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നത് ആ പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ ഡെൻസിറ്റിയോ മെഷർ ചെയ്യാനാണ്. ദിസ് റീഡിംഗ് കമ്പൈൻഡ് വിത്ത് ഫാറ്റ് പെർസെൻറ്റേജ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി SNF കണ്ടന്റ് യൂസിങ് സ്റ്റാൻഡേർഡ് ഫോർമുലാസ്. ഇപ്പോൾ റിച്ച്മോണ്ട് ഫോർമുല പോലെയുള്ള ഫോർമുലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ ഈ പറയുന്ന SNF കണ്ടന്റ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ദെൻ നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഒന്ന് മെഷറിംഗ് pH എന്നാണ്. സാധാരണ pH മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക pH മീറ്ററോ അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറോ ഒക്കെയാണ്. മറ്റൊന്ന് ഡിറ്റർമിനിങ് മൈക്രോബിയൽ ലോഡ്. മൈക്രോബിയൽ ലോഡ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് MBRT ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. മറ്റൊന്ന് അസസിങ് മിൽക്ക് SNF കണ്ടന്റ്, ഇതായിരുന്നു നമ്മുടെ കറക്റ്റ് ആൻസർ. മറ്റൊന്ന് ടെസ്റ്റിംഗ് ഫോർ ആൻറ്റിബയോട്ടിക്, ഡൺ യൂസിങ് സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് ലൈക്ക് ഡൽഹി ടെസ്റ്റ്, ചാം ടെസ്റ്റ്, മൈക്രോബിയൽ ഇൻഹിബിഷൻ അസേസ്. ഇതുപോലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ സി ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റീസൺ ഫോർ കണ്ടക്ടിങ് എ സെൻസറി ഇവാലുവേഷൻ ഓഫ് ഡയറി പ്രോഡക്ട്സ്? ടു ഡിറ്റർമിൻ ദി മൈക്രോബിയൽ കണ്ടന്റ്, ടു അസസ് കൺസ്യൂമർ പ്രിഫറൻസസ് ആൻഡ് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്, to measure the product shelf life, to calculate the viscosity of the product. അതായത് എന്തിനാണ് നമ്മൾ ഈ ഡയറി പ്രൊഡക്ട്സിൻ്റെ സെൻസറി ഇവാലുവേഷൻ നടത്തുന്നത് എന്ന്. ആൻസർ ബി ആണ്. ടു അസസ് കൺസ്യൂമർ പ്രിഫറൻസസ് ആൻഡ് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. കൺസ്യൂമർ പ്രിഫറൻസസും പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സും അസസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെൻസറി ഇവാലുവേഷൻ നടത്തുന്നത്. സെൻസറി ഇവാലുവേഷൻ ഇൻവോൾവ്സ് യൂസിങ് ഹ്യൂമൻ സെൻസസ്. അവിടെ നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൈറ്റ്, അതുപോലെ സ്മെൽ, ടേസ്റ്റ്, ടച്ച്, ഹിയറിംഗ് ഒക്കെയാണ് നമ്മൾ സാധാരണ സെൻസറി ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുക. ടു ഇവാലുവേറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഇൻ ഡയറിയിങ് ഇറ്റ് പ്രൈമറി പർപ്പസ് ഈസ് ടു അസസ് കൺസ്യൂമർ പ്രിഫറൻസസ്. അതായത് അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി, ലൈക്കിംഗ്, ഇതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സെൻസറി ഇവാലുവേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. ആ പ്രൊഡക്റ്റിൻ്റെ ഫ്ലേവർ, ടെക്സ്ചർ, കളറ്, അപ്പിയറൻസ്, അതിൻ്റെ മൗത്ത് ഫീൽ, ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? സെൻസറി പ്രിഫറൻസസ് യൂസ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് സെൻസറി ഇവാലുവേഷൻ ഉപയോഗിക്കാം. അതായത് അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ഫ്ലേവർ, കളർ, അപ്പിയറൻസ്, മൗത്ത് ഫീൽ, ഇതൊക്കെ നമുക്ക് സെൻസറി ഇവാലുവേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ടു അസസ് കൺസ്യൂമർ പ്രിഫറൻസസ് ആൻഡ് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും സെൻസറി ഇവാലുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, വെൻ കണ്ടക്ടിങ് ക്വാളിറ്റി കൺട്രോൾ ഫോർ ഡയറി പ്രൊഡക്റ്റ് പാക്കേജിംഗ്, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് evaluating seals and closures on containers? To check for proper labeling, to ensure that milk is properly pasteurized, to confirm the product's pH, to maintain product freshness and prevent contamination. Answer D ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. To maintain product freshness and prevent contamination. The primary objective of evaluating seals and closures on dairy product containers is to ensure package integrity. ആ പാക്കേജ് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സീൽസും ക്ലോസേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്രോപ്പർ സീൽസ് പ്രിവെൻറ്റ് ലീക്കേജ്, എൻട്രി ഓഫ് ഓക്സിജൻ വിച്ച് കോസസ് ഓക്സിഡേറ്റീവ് സ്പോയിലേജ്, ആൻഡ് എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് കോസ് കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ്. അതായത് പ്രോപ്പറായിട്ട് നമ്മളത് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലീക്കേജ് അത് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ ഓക്സിജൻ്റെ എൻട്രി അത് പ്രിവെൻറ്റ് ചെയ്യും. മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒക്കെ എൻട്രി അത് പ്രിവെൻറ്റ് ചെയ്യും.
This directly helps maintain product freshness and prevent contamination throughout storage and distribution. അപ്പോൾ അത് ആ പ്രൊഡക്റ്റിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്താനും അതുപോലെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, ടു മെയിൻറ്റെയിൻ പ്രൊഡക്റ്റ് ഫ്രഷ്നെസ് ആൻഡ് പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മിൽക്ക് പ്രോഡക്ട്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ സൂക്രോസ്? സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, ഡയറി വൈറ്റ്നർ, സ്കിം മിൽക്ക് പൗഡർ, ശ്രീകാന്ത്. ഇതിനകത്ത് സൂക്രോസ് കാണപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻസർ സി ആണ്, സ്കിം മിൽക്ക് പൗഡർ. ഇതിനകത്താണ് നമ്മളെ കോമൺ ടേബിൾ ഷുഗർ ആയിട്ടുള്ള സൂക്രോസ് കാണപ്പെടാത്തത്. സൂക്രോസ് ഈസ് ആഡഡ് ടു സെർട്ടൈൻ ഡയറി പ്രോഡക്ട്സ് ഫോർ സ്വീറ്റ്നെസ്, പ്രിസർവേഷൻ ഓർ ടെക്സ്ചർ. അതായത് ചില ഡയറി പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുണ്ട്? സൂക്രോസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടും പ്രിസർവേഷന് വേണ്ടിയിട്ടും അതിന് ടെക്സ്ചറിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ സൂക്രോസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതിനകത്ത് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുണ്ട്? ഒരു 40 to 45% സൂക്രോസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് പ്രിസർവേറ്റീവ് ആയിട്ടും അതുപോലെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടുമാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഡയറി വൈറ്റ്നർ, ഇതിനകത്തും നമ്മൾ സൂക്രോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 25 to 30% സൂക്രോസ് ആണ് ആഡ് ചെയ്യുന്നത് ടു ഇംപ്രൂവ് സൊലിബിലിറ്റി ആൻഡ് ഫ്ലേവർ. അതിൻ്റെ സൊലിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഫ്ലേവറിനും വേണ്ടിയാണ് ഈ സൂക്രോസ് ആഡ് ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ സ്കിം മിൽക്ക് പൗഡറാണ്. ഇതിനകത്ത് സൂക്രോസ് ഇല്ല, കാരണം അതിനകത്ത് നമ്മൾ സൂക്രോസ് ആഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് സിംപ്ലി ഡ്രൈഡ് സ്കിം മിൽക്ക് വിത്ത് നോ ആഡഡ് ഷുഗർ. അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ദെൻ ശ്രീകാന്ത്, എ ട്രഡീഷണൽ ഇന്ത്യൻ സ്വീറ്റ് മെയ്ഡ് ഫ്രം ഫെർമെൻറ്റഡ് മിൽക്ക് വിത്ത് ആഡഡ് ഷുഗർ ആൻഡ് ഫ്ലേവറിങ്സ്. നമ്മൾ ഈ മിൽക്കിലേക്ക് ഷുഗറും ഫ്ലേവറിങ്സ് ഒക്കെ ആഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ട്രഡീഷണൽ സ്വീറ്റാണ് ഈ ശ്രീകാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? സൂക്രോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യാത്തത് സ്കിം മിൽക്ക് പൗഡറിലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ പ്രോട്ടീൻ? ഗീ, ക്രീം, ബട്ടർ, മലായ്. ഇതിനകത്ത് പ്രോട്ടീൻ കാണപ്പെടാത്താണ് ചോദിച്ചിട്ടുള്ളത്. ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ പ്രോട്ടീൻ. ആൻസർ ഗീ ആണ്, ഫാറ്റ് റിച്ച് ആണ്, പക്ഷെ പ്രോട്ടീൻ ആബ്സെൻ്റ് ആണ്. ഗീ ഈസ് ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ബട്ടർ ടു റിമൂവ് വാട്ടർ ആൻഡ് മിൽക്ക് സോളിഡ്സ്. മിൽക്ക് സോളിഡ്സ് ആയിട്ടുള്ള പ്രോട്ടീൻസും ലാക്ടോസും വാട്ടറും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലാരിഫൈഡ് ബട്ടറാണ് ഗീ എന്ന് പറയുന്നത്. ഗീ ഈസ് എ ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ബട്ടർ ടു റിമൂവ് വാട്ടർ ആൻഡ് മിൽക്ക് സോളിഡ്സ്. അതുകൊണ്ട് ആൻസർ ഗീ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആ ഓപ്ഷൻസിൻ്റെ കോമ്പോസിഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഗീ കണ്ടെയ്ൻസ് ഗ്രേറ്റർ ദാൻ 99.5% ഫാറ്റ് ആൻഡ് നെഗ്ലിജിബിൾ ടു 0 പ്രോട്ടീൻ. അതായത് 99.5%-നേക്കാളും കൂടുതൽ ആര് കാണപ്പെടുന്നുണ്ട്? ഫാറ്റ് കാണപ്പെടുന്നുണ്ട്. ദെൻ ക്രീം കണ്ടെയ്ൻസ് ഫാറ്റ് 20 to 40% ബട്ട് ആൾസോ കണ്ടെയ്ൻ മിൽക്ക് പ്രോട്ടീൻ. ഇപ്പോൾ ക്രീം ആണെങ്കിലും ഫാറ്റ് ഉണ്ട്, ഇപ്പോൾ അറൗണ്ട് 20 to 40% ഉള്ളൂ, പക്ഷേ എന്ത് പ്രസൻ്റ് ആയിരിക്കും? മിൽക്ക് പ്രോട്ടീൻസ് അവിടെ പ്രസൻ്റ് ആയിരിക്കും. ദെൻ ബട്ടർ കണ്ടെയ്ൻസ് അബൌട്ട് 80 to 82% ഫാറ്റ് ബട്ട് ആൾസോ കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് മിൽക്ക് പ്രോട്ടീൻസ്. ഫാറ്റിൻ്റെ അളവ് 80 to 82% ആണ്, പക്ഷേ കുറഞ്ഞ അളവിൽ മിൽക്ക് പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട്. ദെൻ മലായ്, ക്രീമി ലെയർ ഓൺ ബോയിൽഡ് മിൽക്ക്, ഇറ്റ് കണ്ടെയ്ൻ ഫാറ്റ് അലോങ് വിത്ത് മിൽക്ക് പ്രോട്ടീൻ. അപ്പോൾ അതിനകത്തും ഫാറ്റിൻ്റെ കൂടെ ആര് കാണപ്പെടുന്നുണ്ട്? മിൽക്ക് പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഗീ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബേസിക് ഡയറി സയൻസ് എന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതും കംപ്ലീറ്റ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതും നമ്മളെ ഡയറി സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്യാവശ്യം നമ്മൾ ആ സിലബസിലൂടെ ഒന്ന് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ഈ ബേസിക് ഡയറി സയൻസ് എന്ന് ചോദിക്കാറുള്ളത്.